പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാവനം പദ്ധതി. ഹരിത കേരള മിഷന്റെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പച്ചത്തുരുത്തിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കേരള ഫോറസ്റ്റ് വകുപ്പ്, ഹരിത ക്ലബ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. നമ്മൾ ഈ പച്ചത്തുരുത്ത് 15 സെന്റിലധികം ഭൂമിയിലാണ് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷന്റെ നിരന്തരമായ ഇടപെടലുകളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചാണ് നമ്മൾ ഇത് ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പുറച്ചേരി പ്രദേശത്തുള്ള പരിസ്ഥിതി പ്രവർത്തകർ നമുക്ക് ഈ വിദ്യാലയത്തിൽ വന്ന് നമുക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ ഈ സമീപത്തുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനായ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കേരള സർക്കാരിന്റെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്. അപ്പോൾ ശ്രീ ബാലകൃഷ്ണേട്ടൻ ഈ വിദ്യാലയത്തിൽ വന്ന് നമ്മുടെ വിദ്യാലയത്തിലെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമുക്ക് ഈ പച്ചത്തുരുത്തിന് ആവശ്യമായ എല്ലാവിധ പിന്തുണയും നിർദ്ദേശവും ഒക്കെ നൽകി വരുന്നുണ്ട്. തൊഴിലുറപ്പിന്റെ ഭാഗമായാണ് വിദ്യാവനം പച്ചത്തുരുത്ത് നിർമ്മാണം ഇവിടെ തുടങ്ങിയത്. പല വൃക്ഷങ്ങളും, കുറ്റിച്ചെടികളും, ഔഷധ ചെടികളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് 264 തൊഴിൽ ദിനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നട്ട വൃക്ഷങ്ങൾ കുട്ടികൾ വെള്ളം നനയ്ക്കും. അത് ഫലപുഷ്ടിയാകുമ്പോൾ കാണുമ്പോൾ സന്തോഷം ഭയങ്കരമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. ഒന്നാം നാൾ ഒരു വട്ടി, രണ്ടാം നാൾ 2 വട്ടി, മൂന്നാം നാൾ 3 വട്ടി തകര നുള്ളി. സ്കൂളും നമ്മുടെ GUPS പുറച്ചേരി സ്കൂളും പഞ്ചായത്തും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഹരിത ക്ലബ്ബ് പച്ചത്തുരുത്ത്. ഇതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഇതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്. വേനൽ അവധിക്കാലത്തും അല്ലാത്ത സമയത്തും നമ്മൾ ഗ്രൂപ്പുകളായി അതാത് ഗ്രൂപ്പ് അന്നത്തെ ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വളം ഒഴിക്കുകയും എല്ലാം ചെയ്യും. ഇവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ കഴിച്ച ബാക്കിയായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം റിംകമ്പോസ്റ്റ് വഴി വളമാക്കി അതെല്ലാം നമ്മൾ ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെടികൾക്ക് അതായത് അതിൻ്റെതായിട്ടുള്ള ബോർഡുകൾ വെക്കുന്നുണ്ട്. ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും എല്ലാം നമ്മളിവിടെ പരിപാലിക്കുന്നുണ്ട്. ചെമ്പരത്തി കൊമ്പുകൾ കൊണ്ടിട്ടുള്ള ഒരു വേലി കെട്ടിയിട്ടുണ്ട്. കിളികളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം വന്നിട്ട് ഇവിടെ കാണാറുണ്ട്. പിന്നെ കിളികൾക്ക് ഇങ്ങനെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ പുഴയിലും അവിടെയൊക്കെ വറ്റുന്നത് കൊണ്ട് ഇവിടെ തണ്ണീർ കുടങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ വേനൽക്കാലത്ത് പക്ഷികളൊക്കെ വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുടിച്ചിട്ട് പറന്നു പോകാറാണ് പതിവ്.